അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കാം ഡയറക്റ്റ്. ഫസ്റ്റ് ഒരു ചോദ്യം ഞാൻ കാണിച്ചു തരാം. 122 ഘാതം 31 ഒറ്റയുടെ സ്ഥാനത്ത് അക്കമേത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ പലപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആണ്. 122 ഹോൾ റേസ് ടു 31. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് PSC എക്സാംസിന് SSCയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത ഒരുവിധപ്പെട്ട എല്ലാവരും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, ഇത്തരം SSC ലെവലിലെ വലിയ വലിയ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ മാത്രമല്ല, ഹയർ ലെവൽ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കുന്നത് എന്താണ്, ഇത്തരം ചോദ്യങ്ങളാണ്. ഇത് കൃത്യമായിട്ടുള്ള അനാലിസിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം പഠിച്ചു തുടങ്ങാൻ, ഈ രീതിയിൽ ഹയർ ലെവൽ വെച്ച് പഠിച്ച് തുടങ്ങുക. അതായത് ബേസ് മാത്രം പഠിച്ചു പോയി എക്സാമിന് വന്ന് ഇങ്ങനെ വലിയ വലിയ ചോദ്യങ്ങൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡേ 1 ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ ഈ ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ഇതെന്താ സംഭവം? 122 ഘാതം 31 എന്ന് പറഞ്ഞാൽ എന്താണ്? 122നെ 31 പ്രാവശ്യം ഗുണിക്കുക, ഈക്വൽ ടു ഇടുകയാണെങ്കിൽ 122 ഇൻറ്റു 122 ഇൻറ്റു 122 എത്ര ടൈംസ് ആണ്? 31 ടൈംസ്. 31 പ്രാവശ്യമല്ലേ എഴുതിയിട്ടുള്ളത്. അതെ, ഇത് ഗുണിച്ചു നോക്കാൻ പറ്റുമോ? ഇല്ല. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിലോ? കാൽക്കുലേറ്ററിന് വേറെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കാൽക്കുലേറ്റർ കിട്ടിയാലും ഇതിന് ആൻസർ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ഈ ചോദ്യത്തിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഉണ്ട്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുക. ഇതിന് ശേഷം ഞാൻ എഡ്യു ഓൺ ടെലിഗ്രാമിൽ, നമ്മളെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. നമ്മളെന്താണ് എളുപ്പത്തിൽ ചോദ്യം കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഈ ടൈപ്പിലെ 2-3 കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് മറ്റൊന്നുമല്ല, ചില സംഖ്യകളുടെ ഉത്തരം അത് തന്നെയായിരിക്കും. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് 131 ഘാതം 51 ഒറ്റയുടെ സ്ഥാനത്ത് അക്കമേത് എന്ന് ചോദിക്കാം നിങ്ങളോട്. നമ്മളൊന്ന് ഗുണിച്ച് നോക്കി 131 ഇൻറ്റു 131 ഇൻറ്റു 131 എല്ലാം ഒന്നല്ലേ വരിക. 1 ഇൻറ്റു 1 1, വീണ്ടും 1 1, വീണ്ടും 131 1. അപ്പോൾ 1 വന്നാൽ 1 തന്നെയാണ് ആൻസർ. നമ്മൾ പഠിച്ചു 1 എവിടെയെങ്കിലും അവസാനം വന്നാൽ അതിന് എത്ര പവർ വന്നാലും ആൻസർ 1 വന്നു ആൻസർ. ഇനി അടുത്തത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 0 വന്നു എന്ന് വിചാരിക്കും. ഒരു 120 വന്നു. ഇങ്ങനെ ഗുണിക്കുകയാണ്. 121 41 അല്ലെങ്കിൽ 45 എന്ത് വേണേൽ എടുക്കുക. 120 ഇൻറ്റു 120 ഇൻറ്റു എത്ര വന്നു കഴിഞ്ഞാൽ നോക്കി ലാസ്റ്റ് 0 അല്ലേ. 0 ആണെങ്കിലും 0 ആണ്. ഇതുപോലെ തന്നെ ഏത് സംഖ്യ, 2 സംഖ്യ കൂടി ഉണ്ടായിരിക്കും. 5 ആലോചിച്ച് നോക്കി. 145 ഘാതം 14 ഇങ്ങനെ എത്ര വെച്ച് 5 ഗുണിച്ചാലും അവസാനം 5 തന്നെയായിരിക്കും വരിക. 5 വീണ്ടും 5 അല്ലേ. അപ്പോൾ 5 വന്നാൽ 5 തന്നെയാണ്. അപ്പോൾ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണമെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട ഇത്തരം ചോദ്യങ്ങൾ പവേഴ്സ് അല്ലേ. നമ്മൾ വരുമ്പോൾ ഒറ്റ സ്ഥാനത്തൊക്കെ കാണാൻ വരുമ്പോൾ ഉത്തരം അത് തന്നെ ആയിരിക്കുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും? 1-ൽ അവസാനിക്കുകയാണെങ്കിൽ 1 തന്നെയാണ്, 0-ൽ അവസാനിക്കുകയാണെങ്കിൽ 0, 5-ൽ അവസാനിക്കുകയാണെങ്കിൽ 5, അതേപോലെ 6-ൽ അവസാനിക്കുന്ന സംഖ്യയാണെങ്കിലും 6 തന്നെയായിരിക്കും. ഇതിൻ്റെ ചോദ്യം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാം ആൻസർ ഇതാണുള്ളത്. ഞാൻ പെട്ടെന്ന് ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്നോട്ടെ. 46 ഘാതം 31 പ്ലസ് 51 ഘാതം 72 ഒറ്റയുടെ സ്ഥാനത്താക്കമേത്? ഒറ്റയുടെ സ്ഥാനത്താക്കമേത്? പെട്ടെന്ന് ചെയ്യാമല്ലോ. നോക്കി 6ൻ്റെ സ്ഥാനത്ത് 6 തന്നെയാണ്. ഒറ്റയുടെ സ്ഥാനത്ത് അക്കം മാത്രം ചോദിക്കുള്ളൂ. അവസാനത്ത് 6 വന്നാൽ നമ്മൾ പറഞ്ഞില്ലേ 6 പ്ലസ് 51 1 വന്നാൽ 1 6 1 7. ചെയ്യേണ്ട മെത്തേഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് തന്നെ അവസാനത്തെ അക്കം എന്താ ശരിക്കും ഇതിൽ? ഇത് 2 അല്ലേ അവസാനത്തെ അക്കം. ഈ 2 ഇൻറ്റു 2 ഇങ്ങനെയല്ലേ ഗുണിച്ച് പോവുക ശരിക്കും ഇത്. ഇപ്പം നമുക്കിപ്പോൾ ചോദ്യങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് 122 ഒരു ഘാതം 3 എന്ന് ചോദിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? 122 ഇൻറ്റു 122 വീണ്ടും 122 ഇങ്ങനെ ഗുണിച്ച് നോക്കുകയല്ലേ ചെയ്യുക. അത് ശരിക്കും അവസാനത്ത് മാത്രം ഗുണിച്ചാൽ മതി. 2 ഇൻറ്റു 2 4, 4 2 8 ആയിരിക്കും ഉത്തരം. സംഭവം മനസ്സിലാവണല്ലോ. അതായത് 122 ക്യൂബിൻ്റെ അവസാനം ചോദിച്ചാൽ 31 അല്ല കേട്ടോ, 122 ക്യൂബിൻ്റെ അവസാനം ചോദിച്ചാൽ 3 വട്ടം ഗുണിച്ചാൽ മതി. 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8. അപ്പോൾ ഇതിങ്ങനെ ഗുണിച്ച് പോവാം. 2 2 4 2 8 2 16. അപ്പോൾ ഇങ്ങനെ ഗുണിച്ച് പോകുന്നതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ചെയ്യാനുള്ള ഒരു
നമുക്ക് റിമൈൻഡർ തിയറം എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണോ അവസാനം കാണുന്നത് അത് അതേപോലെ എഴുതി വെക്കുക. ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് മേ ബി കുറച്ച് കൺഫ്യൂഷൻ ഡൗട്ടൊക്കെ ഉണ്ടായിരിക്കും ഇത് എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താണോ പറയുന്നത് അതൊരു തിയറമാണ്, ഒരു തിയറി യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എല്ലാ ക്വസ്റ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അവസാനത്തെ രണ്ടല്ലേ, 122 ആണെങ്കിൽ 2 എഴുതാം. ഇനി 152 ആണെങ്കിൽ 2 എഴുതാം. വേറെ നമ്പർ വരും, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. എന്തായാലും 122 അവസാനം 2 അല്ലേ, ഈ 2 ഞാൻ എഴുതി വെച്ചു. ഇനി നോക്കി ഈ 2 അല്ലേ അവസാനം, അതല്ലേ നമ്മളിപ്പോൾ എഴുതി വെച്ചാൽ 2. ഈ 2 × 2 എന്തായിരിക്കും? 2 × 2 അവസാനത്തെ മാത്രം ഗുണിക്കുകയാണെങ്കിൽ 4. സാധ്യതയാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്തൊക്കെ സാധ്യതകളാവാം? ഒന്ന് 2 എന്നുള്ള സാധ്യത നമ്മൾ എഴുതി വെച്ചു. 2 × 2 4 എഴുതി വെച്ചു. 4 × 2 നമ്മളിവിടെ എഴുതിയില്ലേ 8 ആവാൻ പോസിബിലിറ്റി ഉണ്ട്. അടുത്ത് നോക്കിയേ 122 വീണ്ടും 122 ഇല്ലേ, 8 2 16 6 അല്ലേ ഒരു സാധ്യത ഉള്ളത്, 6. അപ്പോൾ നമ്മൾ എഴുതി വെച്ചു 2 എഴുതി വെച്ചു, 4 8 16. ഇവിടെ 6 2 വീണ്ടും എന്തായിരിക്കും? 16 2 32 അല്ലേ. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. നോക്കി 6 2 12 വീണ്ടും 4. ഇത്രേ സാധ്യതയെ ഉണ്ടാവുള്ളൂ 2 ഒരു സംഖ്യയുടെ അവസാനം വന്ന് ഗുണിച്ചു നോക്കിയാൽ. ആ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 122ന്റെ അവസാനം 2 ആയതുകൊണ്ട് 2 എഴുതി വെച്ചു. 2 × 2 4, 4 2 8, 8 2 16, 6 അല്ലേ അവസാനത്തെ അക്കം. 16 ആണെങ്കിൽ 6 ഒറ്റയുടെ സ്ഥാനത്ത് അക്കല്ലേ നമ്മൾ ചോദിച്ചു, അവസാനത്തെ സ്ഥാനത്തല്ലേ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം. 16 2 വീണ്ടും 32. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ലോജിക്ക് അനുസരിച്ച് 4 സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. 1 2 3 4. വേറെ ഒന്നും ഉണ്ടാവില്ല, 4 ഓപ്ഷൻ ഇതേ ഉണ്ടാവുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു ഒന്നായിരിക്കും ആൻസർ വരിക. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ലോജിക്ക് 4 സാധ്യത ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ റിമൈൻഡർ തിയറം വെച്ചിട്ട് ഈ 31നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 31നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരും എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിലേ വരിക. എത്ര ശിഷ്ടം കിട്ടും എന്നതിനനുസരിച്ച് സോ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. എത്രയാണ് റിമൈൻഡർ ബാക്കിയുള്ളത്? 7 4 28. ബാക്കി ശിഷ്ടം 3 അല്ലേ. ഈ 3 എന്ന് പറയുന്ന നമ്പർ കിട്ടിയാൽ ഓർമ്മയുണ്ടല്ലോ. ഈ 3 എന്നുള്ള നമ്പർ നേരെയുള്ള നമ്പർ എന്താ ഉള്ളത്? 3ന് നേരെയുള്ള നമ്പർ 8 അല്ലേ. ആൻസർ 8 ആയിരിക്കും. മേ ബി കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ ചെയ്തത്, ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. നമ്മളിപ്പോൾ ഇത് കംപ്ലീറ്റ് ജസ്റ്റ് ഒരു ഒറ്റ വട്ടം കൂടി ഒന്ന് കണക്ട് ചെയ്ത് പറയുകയാണ്. നിങ്ങളിവിടെ നോക്കിയിരുന്നാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 122 അല്ലേ ഉള്ളത്, 122. 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3 എഴുതാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ പറയാം. അപ്പോൾ 2 ആണെങ്കിൽ 2, 2 2 4, 4 2 8. സാധ്യതയാണ് പറഞ്ഞു നോക്കി. 2 എഴുതി വെച്ചു. 2 2 4, 4 2 8, 8 2 16. 16 2 വേണമെങ്കിൽ ഗുണിച്ച് നോക്കുക. 32 വീണ്ടും 2 വരിക. അപ്പം 4 സാധ്യത കിട്ടി. ഇത് കാണാൻ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ചെറിയ കുട്ടിക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇവിടെ നെക്സ്റ്റ് ലെവലാണ് റിമൈൻഡർ തിയറം വെച്ചിട്ട് ഈ 31 എവിടെ നിന്നാണ് വന്നത്? ഈ 122ൻ്റെ പണിയാണ് നമ്മൾ ഇത്ര എഴുതി വെച്ചത്. 122 എന്നുള്ള നമ്പറിൻ്റെ സാധ്യതകൾ നമ്മൾ എഴുതി വെച്ചു. ഇനി ഈ കാണുന്ന 31 ഇല്ലേ, ഈ 31നെ വേണം ഈ 4 സാധ്യത. എന്തുകൊണ്ടാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം? ഇവിടെ 4 സാധ്യത ഉള്ളത് കൊണ്ടാണ് 31നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. 7 4 28, ശിഷ്ടം 3. റിമൈൻഡർ 3 ആണെങ്കിൽ 3ന് നേരെയുള്ളത്. ശിഷ്ടം 2 ആയിരുന്നെങ്കിൽ 2ന് നേരെയുള്ളത് എടുക്കുമായിരുന്നു. സോ ഇവിടെ ശിഷ്ടം 3 അല്ലേ ഉള്ളത്, 3ന് നേരെ കാണുന്നത് 8 ആണ്. ആൻസർ 8 ആണ്. അടുത്ത നമുക്ക് 3 വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. 13 ഘാതം 45. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്താക്കാൻ വരും 13 ഘാതം 45. ഈ 13 ഘാതം 45ന് പകരം ഈ 113 ആണെങ്കിലും ഉത്തരം 1 തന്നെയായിരിക്കും. ഇനി 3 ആണെങ്കിലും ഉത്തരം തന്നെയല്ലേ, നിങ്ങൾ മനസ്സിലാക്കി നോക്കി. ഈ 3 വെച്ചിട്ടല്ലേ നമ്മൾ നോക്കുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള നമ്പറിനൊന്നും കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ 100 അല്ലേ, 2100 ഇങ്ങനെ ആയാലും ഇത് വലിയ കാര്യമില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ അവസാനത്തെ 3 അല്ലേ എടുക്കുള്ളൂ. ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തുള്ള ഈ 3 മാത്രമേ എടുക്കുള്ളൂ. സോ 13 ഘാതം 45 നമ്മൾ ആദ്യം 3 എടുത്തു അല്ലേ. 3 സാധ്യതകളാണ് അതിന് ആദ്യം എഴുതുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കി 3 × 3. ശരിക്കും ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാൻ വേണ്ടി വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എത്ര വട്ടം നമ്മൾ 45 വട്ടം എഴുതേണ്ട ആവശ്യമില്ല.
339 അല്ലേ ഇവിടെ നോക്കിയേ, 339. ഇതെന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ എടുക്കാൻ പറഞ്ഞത്? ഒരു സംഖ്യയുടെ അവസാനത്തെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 13 × 13 ഇങ്ങനെ അവസാനത്തത് മാത്രം ഗുണിച്ചു നോക്കുക. ആദ്യത്തേക്ക് വലിയ കാര്യമില്ല. അപ്പം 3 എഴുതി വെച്ചു സാധ്യത. 3 എഴുതി വെച്ചു. 9 3 27 അല്ലേ? 27 നമുക്ക് എന്ത് എഴുതി വെച്ചാൽ മതി? 27 അവസാനത്തെ സ്ഥാനം മാത്രം പോയി നോക്കി. 27 7 അല്ലേ അവസാനം വരിക? യൂണിറ്റ് പ്ലേസ് മാത്രമാണ്, ഒറ്റയുടെ സ്ഥാനത്താക്കം മാത്രമാണ് എഴുതാൻ പറഞ്ഞു. 7 എഴുതി വെച്ചു. ഇനി ഇവിടെ 27 7 അല്ലേ? 7 3 21 4 സാധ്യതയായി. അപ്പോൾ രണ്ടിൻ്റെ സാധ്യതകളൊന്നും ആലോചിച്ച് നോക്കി. ഏതൊക്കെ രണ്ടിൻ്റെ സാധ്യത വരും? 2 ആയിരുന്നെങ്കിൽ 2 2 4 8 16 വീണ്ടും 32 റിപ്പീറ്റ് ചെയ്ത് വന്ന് ഓർമ്മയുണ്ടല്ലോ. 3 ആണെങ്കിലോ പെട്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ 3 3 9 9 3 27 7 3 21 വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ പഠിച്ചു, 2ൻ്റെയും പഠിച്ചു, 3ൻ്റെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ജസ്റ്റ് നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി, ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 4 സാധ്യതയാണ്. 1 2 3 4. ഇനി അടുത്തത് ഞാൻ എന്തിനെ ഡിവൈഡ് ചെയ്യണം? 13നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശരിയാവുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? 13ന് പകരമാണ് ഇത്രയും സാധ്യത എഴുതിയത്. 13നെ അല്ല ഡിവൈഡ് ചെയ്യേണ്ടത്, 45നെയാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ശിഷ്ടം എത്ര വരും എന്നുള്ള കാര്യമാണ്. ശിഷ്ടം എത്ര വരും? 11 4 44. ശിഷ്ടം 1 ഞാൻ പറഞ്ഞില്ലേ. എന്താണോ ശിഷ്ടമുള്ളത് ആ സംഖ്യയുടെ നേരെയുള്ളതായിരിക്കും ഉത്തരം. ശിഷ്ടം 1 ആണെങ്കിൽ ഒന്നാമത്തത്, ശിഷ്ടം 2 ആണെങ്കിൽ രണ്ടാമത്തത്, ശിഷ്ടം 3 ആണെങ്കിൽ മൂന്നാമത്തത്. സോ ദർ ഈസ് എ റിമൈൻഡർ 1. സോ വി ക്യാൻ ടേക്ക് ഫസ്റ്റ് വാല്യൂ 1. ആൻസർ എന്തായിരിക്കും? ഉത്തരം എന്തായിരിക്കും? 3. അപ്പോൾ ഇത്ര എളുപ്പമാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ലോജിക് കൂടി ഞാൻ പറഞ്ഞു തരാണ്. നിങ്ങൾ സ്വന്തമായിട്ട് സ്പീഡിൽ ചെയ്യണം കേട്ടോ ക്വസ്റ്റ്യൻ. ഞാനിവിടെ സ്ക്രീനിൽ ജസ്റ്റ് ഇത് മാത്രമേ എഴുതുന്നുള്ളൂ. ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഒരു 64 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് എന്നാണ് ചോദ്യം. നിങ്ങൾ പെട്ടെന്ന് ചെയ്യുള്ളൂ, ഞാനും പെട്ടെന്ന് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തുടങ്ങി വിചാരിക്കുന്നു. വീഡിയോ പോസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് എഴുതും. 2 നമുക്ക് ഓൾറെഡി അറിയില്ല, കാണാപ്പാടം അല്ലെങ്കിൽ നമ്മൾ ബൈ ഹാർട്ടിൽ ഓൾറെഡി ചോദിച്ചു. 2 ഒറ്റ സ്ഥാനത്ത് 2ന് പകരം 2 എഴുതി വെച്ചു. 2ന് പകരം 2 4 8 16 6 4 സാധ്യതയായി. 1 2 3 4 സാധ്യത. 4 സാധ്യത 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് കുറച്ച് പ്രശ്നമുള്ള, എന്നാലും കുഴപ്പമില്ല. 1 4 4 ബാക്കി 24. 6 4 24. യൂസ് ഇഷ്ടമില്ലല്ലോ, 0 ആണ്. അവിടെ 0 ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ശിഷ്ടം 1 ആണെങ്കിൽ ഇഫ് ദർ ഇസ് എ റിമൈൻഡർ 1 യു ക്യാൻ ടേക്ക് ഫസ്റ്റ് വാല്യൂ. റിമൈൻഡർ 1 ആണെങ്കിൽ ഫസ്റ്റ് എടുക്കാം. ശിഷ്ടം 2 ആണെങ്കിൽ രണ്ടാമത്തെ, ശിഷ്ടം 3 ആണെങ്കിൽ മൂന്നാമത്തെ, ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ഇല്ലെങ്കിൽ എന്തെടുക്കണം? അവസാനത്തെ വാല്യൂ 6 ആയിരിക്കും. അങ്ങനെ ശിഷ്ടം 4 വരുമോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? ഇല്ല. ഫസ്റ്റ് വാല്യൂ ആണെങ്കിൽ ശിഷ്ടം 1 ആണെങ്കിൽ ഒന്നാമത്തെ, ശിഷ്ടം 2 റിമൈൻഡർ 2 ആണ് രണ്ടാമത്തെ, ശിഷ്ടം 3 ആണെങ്കിൽ മൂന്നാമത്തെ, റിമൈൻഡർ ഇല്ലെങ്കിൽ ശിഷ്ടമില്ലെങ്കിൽ 6ാമത്തെ ആയിരിക്കും. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്, ജസ്റ്റ് 2 വെച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്തതിന് ശേഷം വെറുതെ കമൻറ്റ് ചെയ്യുക. ഒരു കമൻറ്റ് സെക്ഷൻ നിങ്ങൾ മാക്സിമം എന്താണ് വീഡിയോ എത്രത്തോളം ഇൻട്രാക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും വീഡിയോയുടെ റീച്ച്. നമ്മൾ കൂടുതൽ ആളുകൾ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെല്ലാവരും വീഡിയോയുടെ ഒപ്പീനിയനോ ജസ്റ്റ് എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്, ഒരു 4 വെച്ചിട്ടുള്ളതൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ആണ് 114 ഘാതം 41 ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏത്? ഇങ്ങനൊരു ചോദ്യം വരികയാണ്. 114 ഘാതം 41ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ പരിപാടി എന്താ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്? 4നാണെങ്കിൽ 4ന് പകരം 4 തന്നെ, ഇതല്ലേ ഉള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. 114 × 114 × 114 ഇങ്ങനെയല്ലേ റിപ്പീറ്റ് ചെയ്യണത്. സോ 4 എഴുതിയിരിക്കണം ആദ്യം. 2 നമ്മൾ 2 4 8 16 32 അങ്ങനെ വന്നു. 2 വന്നില്ലേ? അതേപോലെ 3 ആണെങ്കിൽ 3 3 9 9 27 എങ്ങനെ വന്നില്ലേ? നമ്മൾ 3 9 27 7 21 അങ്ങനെയല്ലേ 4 വന്നത്. ഇവിടെ 4 പ്രത്യേകം നോക്കിയത് 4 4 16. വീണ്ടും 16 6 എഴുതിയാൽ മതി. ജസ്റ്റ് 16ന് 6 എഴുതിയാൽ മതി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേറ്റ് മാത്രം പോയി. 4 4 16 6 നമ്മൾ വെച്ചിട്ട് 16 ഉള്ളൂ. ഇനി വീണ്ടും 6 4 24 വീണ്ടും ഇതാ റിപ്പീറ്റ് ചെയ്യണം. നോക്കി 4 4 16 6 നോക്കി 4 4 16 അല്ലേ? 4 എഴുതി വെച്ചു. 4 4 16 6 6 4 24 വീണ്ടും 4. ഈ 4ഉം 6ഉം മാത്രമേ 4 എന്നുള്ള സംഖ്യയ്ക്കുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം 2 സാധ്യത മാത്രമേ
4ൻ്റെ കേസിലുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? 4ഉം 6ഉം. ഇനി സ്റ്റെപ്പ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി 41 എടുക്കുക. 114 എടുക്കണം, 41 എടുക്കേണ്ടത്. 114 41. നോക്കി, 114 ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. 41 എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? ഇവിടെ മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി എത്ര സാധ്യതയാണോ അത്രയും സാധ്യത വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 സാധ്യതയേ ഉള്ളൂ. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 41 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശിഷ്ടം 1 ആണെന്നുള്ളത്. കാരണം ഒറ്റ സംഖ്യയല്ലേ. ശിഷ്ടം 1 ആണെങ്കിൽ 1ാമത്തെ സംഖ്യയായിരിക്കും ആൻസർ. 4 ആയിരിക്കും ആൻസർ. ഇത് പലരും പല മെത്തേഡുകൾ വേറെ ചെയ്യും. പക്ഷേ ബെസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞ റിമൈൻഡർ തിയറമാണ്. അപ്പോൾ നമ്മളെന്തായാലും കൃത്യമായിട്ടുള്ള ഓർഡറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊന്നൊക്കെയാണ്. ഏത് സംഖ്യയുടെ ലാസ്റ്റ് 1 വന്നാലും 1 തന്നെയാണ്. നമ്മൾ പറഞ്ഞു 0 വന്നാൽ 0ആണ്. 0 1 അത് തന്നെയാണ്. 5ഉം 6ഉം സെയിം ആണ്. 2ന് എന്തൊക്കെ വരും? 2, 4, 8, 6 സാധ്യതയാണ് പറഞ്ഞത്. 3 എന്തൊക്കെ വരും? 3, 3, 9, 9, 3, 27, 7, 3, 21 അല്ലേ? 7, 1. 4ൻ്റെ 4 പറഞ്ഞു, 4, 6. 5ന് 5 തന്നെ, 6ന് 6 തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ 7, 8, 9 ഒക്കെ നമ്മൾ സാധ്യത പറയുമെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. 7ൻ്റെ 8ൻ്റെ സാധ്യത ഞാൻ പറഞ്ഞുതരാം. 9 വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 49 ഘാതം 49 ആയിക്കോട്ടെ. 49 ഹോൾ റൈസ് ടു 49. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സാധ്യത എന്താണ്? 9. 9 9 81. 81 ആണ് കേട്ടോ. 1 81 1 ഞാൻ എഴുതി വെച്ചു. വീണ്ടും 9 അല്ലേ വരിക? ഇവിടെ 81 1 ഉള്ളൂ. വീണ്ടും 9 അല്ലേ? 1 × 9 എന്ന് കാണിച്ചു നോക്കി. 9 9 × 9 81. അപ്പോൾ 2 സാധ്യത മാത്രമേ 9-ന് ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏതിനൊക്കെയാണ്? 4ൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 9-നും 2 സാധ്യതയുള്ളൂ. സോ നമ്മളെടുത്ത് 2 പോസിബിലിറ്റി ആണുള്ളത്. 1 2. 49ൻ്റെ താഴത്തെ എഴുതിച്ചു, മുകളിൽ 49 ആയതുകൊണ്ട് 49 നമ്മളെടുത്തു. 49 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2 സാധ്യതയല്ലേ ഉള്ളൂ. ശിഷ്ടം എന്തായാലും ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ശിഷ്ടം എന്ന് പറയുന്നത് 1 ആണ്. കാരണം ഒറ്റ സംഖ്യയാണ്. 1 ആവുമ്പോൾ 1ാമത്തതായിരിക്കും ആൻസർ വരും. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് 7ൻ്റെ സാധ്യത ഒന്ന് ഞാൻ പെട്ടെന്ന് പറയാം. 7ൻ്റെയും 8ൻ്റെയും സാധ്യതകളുള്ളത്. 7ൻ്റെ എന്തൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത്. 7ൻ്റെയും 8ൻ്റെയും 7 7 49. 7 വെച്ച് ഗുണിക്കില്ലേ? 7 ആദ്യം എഴുതി വെച്ചു. 7 7 49. 9 7 63. 63. 7 49 ആണ്. നിങ്ങൾ ഇട്ടേന് മനസ്സിലാക്കുക. ഇനി ഇവിടെ 3 3 × 7 21. 3 × 7 21 2 1. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ലേ? 1 7 7 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ചെയ്യേണ്ടത്. 8ൻ്റെ 8 8 8 64 64 കേട്ടോ. 4 8 32 32. 4 8 32. 2 8 16. വീണ്ടും 6 8 48. ഇത് റിപ്പീറ്റ് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പോൾ ഈ റിപ്പീറ്റേഷൻ വരുമ്പോൾ നമുക്ക് എന്താണ്? ഇത്രയും സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സോ ഞാനൊരു ക്വസ്റ്റ്യൻ ഞാൻ എന്താണ് 7 വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ ഒരു 7 ഘാതം ഒരു 39 എന്ന് എഴുതുകയാണ്. സാധ്യത എന്താണ് ഇവിടെ ഉള്ളത്? 1 2 3 4 4 സാധ്യതയുണ്ട്. 1 2 3 4 സാധ്യത. 7ന് കിട്ടിയതൊക്കെയാണ്. 7 7 49 9 അല്ലേ? 7 63 7 3 21 4 സാധ്യതയാണ് 7നുള്ളത്. സോ 4 സാധ്യത ആയതുകൊണ്ട് തന്നെ 39 ഈ മുകളിലുള്ള 39നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. എന്ത് വരും? 9 4 36. ബാക്കി ശിഷ്ടം 3. റിമൈൻഡർ 3 ആണെങ്കിൽ 3ാമത്തെ വാല്യൂ ആയിട്ടുള്ള നമ്മളെന്താണ് 3 തന്നെ എടുത്ത് നോക്കി. 7 7 49 9 ഇല്ലേ? 3 ആൻസർ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. സോ റിമൈൻഡർ തിയറം വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് നമുക്ക് റിവൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഈ പറയുന്നത് ശരിയല്ലേ എന്നുള്ളത് നിങ്ങൾ എന്താണ് ആലോചിച്ച് നോക്കുക. നമ്മൾ സാധ്യതകളെ കുറിച്ചല്ലേ പറഞ്ഞത് നമ്മളിവിടെ. പെട്ടെന്ന് ഞാനിവിടെ എഴുതും. നിങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാലോചിച്ചാൽ മതി. 2ൻ്റെ സാധ്യത എന്തൊക്കെയാണ്? 2ൻ്റെ 2 2 4 4 × 8 8 2 16 ഇതല്ലേ ഉള്ളത്. 3 ആണെങ്കിലോ 3 3 9 9 3 27 7 3 21. 4 ആണെങ്കിലോ 4 4 4 16 6.
5 എന്തൊക്കെയാണ്? 5 നമുക്കറിയാലോ, 5 5 തന്നെയാണ്. നമ്മൾ നേരത്തെ 1ന്റെ കേസ് പറഞ്ഞില്ലേ, ഫസ്റ്റ് 1 എന്താണ്? 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിയാമല്ലോ. 1ന്റെ 1 തന്നെയല്ലേ? 0 1 2 3 4 5. നമ്മൾ 6 എടുക്കുകയാണ്, 6 തന്നെയല്ലേ? ശരിയാണ്. 7 നമ്മൾ 8ന് നമ്മൾ ഓൾറെഡി എഴുതിയാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഒന്നുകൂടി എഴുതാം. 7 7 49, 9 63, 7 21. 8ന്റെ എത്രയാണ് വരിക? 8 8 64, 4 8 32, 8 2 16, വീണ്ടും 6 48. 9ന്റെ 9 9 9 81 0 0. ടു റേസ് ടു 16 - 1 ഇതിന് ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാം? കൺഫ്യൂഷൻ ആവില്ലേ? മറ്റൊരു ചോദ്യം ഇതാണ്. 4^61 + 4^62 + 4^63 ഇതിനെയും ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാം എന്ന് ചോദിച്ചാൽ നമ്മളെന്താണ് ഇതെങ്ങനെ ചെയ്യാമല്ലേ? ഇതായിരിക്കും നമ്മുടെ മനസ്സിൽ ചിന്ത വരിക. കാരണം നമ്മൾ ഇതിന് മുന്നേ ഇത് കണ്ടിട്ടേ ഇല്ല. അല്ലെങ്കിൽ മേ ബി ഇത് സംശയമുണ്ടോ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇതൊന്നും പണ്ടൊന്നും മത്സര പരീക്ഷയ്ക്ക്, പ്രത്യേകിച്ച് PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും, എല്ലാവരും പഠിച്ചു പോകുമ്പോൾ എല്ലാവരുടെയും ലെവൽ കൂടുന്നുണ്ട്. PSC പരീക്ഷകൾക്കൊക്കെ ഇപ്പോൾ ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിളായിട്ട് തറാപറാന്ന് പഠിച്ച ക്വസ്റ്റ്യനൊന്നും പണ്ടത്തെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത്തരം ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നോക്കിയിട്ട്, അതായത് വളരെ ഷോർട്ട് കട്ട് മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്നാണ് വീഡിയോ. സോ നമുക്ക് സമയം വൈകാതെ വീഡിയോയിലേക്ക് പോകും. 2^18 - 1 ഈ ഒരു സംഖ്യയെ ഏതുകൊണ്ട് ഹരിക്കാം? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 2^16 ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. 2^16ന്റെ കാര്യം നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഈ ഒരു 2^18 - 1നെ എന്തുകൊണ്ട് ഹരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കൊണ്ട് ഹരിക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണുള്ളത്, ചോദ്യം നോക്കിയിട്ട് എങ്ങനെ ആൻസർ പറയാമെന്നുള്ളതല്ലേ? സത്യത്തിൽ ഇതൊരു റൂളാണ്. ഈ റൂള് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പം ഞാൻ ഒരുപാട് പഠനത്തിലായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക, സ്റ്റഡി ചെയ്യുക, മാത്സിൻ്റെ കുറച്ച് ഹയർ കോഴ്സ് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പോയിൻ്റാണ് മാത്സിൻ്റെ ഒരു കുറച്ച് വലിയ ബുക്കിൽ നിന്ന് റെഫർ ചെയ്ത സമയത്ത്. അത് ഇങ്ങനെ ഒരു പവർ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നമ്പർ ഇപ്പം നമുക്ക് ഇങ്ങനെ വരിക, ഈ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു പവർ, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മുകളിലൊരു സംഭവം ഉണ്ടാവും അല്ലേ? 2ന്റെ മുകളിൽ 18 ഉള്ളത്, അതിൻ്റെ -1 ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ നോക്കി മനസ്സിലാക്കാൻ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആവാം? ഇപ്പോൾ 4^32 - 1 ഇങ്ങനെയും ആവാം. 5^64 - 1 ഇങ്ങനെയും ആവാം. ഫോർമാറ്റ് മനസ്സിലായല്ലോ? ഇതിലൊക്കെ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇതിനെ 2 + 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ ഈ മുകളിലുള്ള സംഖ്യേനെ എപ്പോഴും നോക്കണം. ഇരട്ട സംഖ്യ ആയിരിക്കും എപ്പോഴും വരിക ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ. 2^18 അല്ലേ? 18 എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യയല്ലേ? 4^32 ഇത് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ അതുകൊണ്ട് 4 + 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് 5^64 64 ഇരട്ട സംഖ്യ ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്ത ക്വസ്റ്റ്യൻ എന്താണ് മത്സര പരീക്ഷകൾക്ക് ചോദിക്കേണ്ടത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനത്തെ മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, ഇരട്ട സംഖ്യകളുടെ കേസിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഇരട്ട സംഖ്യയാണല്ലോ 64, അപ്പോൾ ഒന്നും പേടിക്കേണ്ട, 5 + 1 ആയല്ലോ, ആയി 6. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ 2 1 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് നിങ്ങൾക്കൊരു മേ ബി ഒരു സംശയം ഉണ്ടാവും. ആ സംശയം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ചെറിയ സംഖ്യ എടുക്കുകയാണ്. ചെറിയ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2^4 -1 എടുക്കുക. നമുക്ക് ഈ 2^4 അറിയൂല്ലേ? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവണം, അറിയണമല്ലോ. 2^4 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്താണ് 2^4? 2നെ 4 പ്രാവശ്യം ഗുണിക്കുക. 2നെ 4 പ്രാവശ്യം ഗുണിച്ചാൽ എത്രയായി? 4 4 16 ആണ്. ഒന്ന് ഗുണിച്ച് നോക്കുക. 16 - 1 ഉത്തരം തന്നെ 15 ആണ്. ഈ 15നെ ഞാൻ പറയാണ് ഈ 2 + 1 ഇതല്ലേ നമ്മൾ പറഞ്ഞത്, 2 + 1 2 + 1 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അതായത് 2^4 ഇരട്ട സംഖ്യയാണല്ലോ, -1നെ 2ഉം 1ഉം കൂട്ടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ? ശരിയാണ്. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ റൂള് ഓക്കെയാണ്, അപ്ലിക്കബിൾ ആണ്. വലിയ വാല്യൂസ് എടുത്തു നോക്കിയാലൊക്കെ ശരിയായിരിക്കും. ഞാനിത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്.
അപ്പോൾ നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു 9⁻36 - 1 ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട എന്താണ്, ഇവിടെ 36 ഇരട്ട സംഖ്യയല്ലേ. അത് ഈ ഫോർമാറ്റ് മനസ്സിലാക്കണം കേട്ടോ. എല്ലാം -1 ഈ ഒരു ഫോർമാറ്റിലാണ് ആദ്യം നോക്കുക. ഇനി അതിനുശേഷം ഇവിടെ നമ്മൾ ഇരട്ടസംഖ്യയാണോ കേസിലാണെങ്കിൽ 9 + 1 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും തീർച്ചയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ബോർഡിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാമല്ലോ. ആൻസർ നിങ്ങളൊന്ന് അവിടെ നിന്ന് പറഞ്ഞു നോക്കിയേ. 25ൻ്റെ മുകളിൽ 12 അല്ലേ? ആണല്ലോ, ആണ്. ഇരട്ടസംഖ്യയല്ലേ? എല്ലാം ഇരട്ടസംഖ്യയാണ്. ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. 25 26 കൂട്ടുക അല്ലേ? 16 1 കൂട്ടിയാൽ 17. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയുള്ള കാര്യമാണ്. 16⁸8 ഞാൻ മൊബൈലിലെ കാൽക്കുലേറ്റർ ചെക്ക് ചെയ്ത് നോക്കി, ഡിവൈഡ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് പോകേണ്ടത്. ഇതിനോട് 16 1 17 അല്ലേ? 25 1 26, 19 1 20, 36 1 37. ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റണം എന്നില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഈ റൂൾ ഒരു പഠിച്ചു കഴിഞ്ഞാൽ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കും. ഇതിലൊക്കെ ഒരു പ്രശ്നമുണ്ടോ? അതായത് മത്സര പരീക്ഷയ്ക്ക് പലപ്പോഴും നമ്മൾ ഇങ്ങനെയല്ല ചിലപ്പോൾ, അതായത് ഈ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമെങ്കിൽ കൂടി ഒരു കൺഫ്യൂഷൻ ഇതിൽ നിങ്ങളെ ഉണ്ടാക്കും. ആരാണ്? ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ. അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത് നോക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ചോദ്യം കുഴപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. 2 1 3 എവിടെ? ഇല്ല, 3 ഇല്ല. 3 ഇല്ലാത്തടത്തോളം കാലം നമുക്കിത് കൺഫ്യൂഷൻ അല്ലേ. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇതാണ് ഒരു പാർട്ട് 2 അല്ലെങ്കിൽ ടൈപ്പ് 2 എന്ന് വേണമെങ്കിൽ പറയാം. ടൈപ്പ് 1 അതാണ് ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ടൈപ്പ് 2 ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, പക്ഷേ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ചോദിക്കില്ല എന്നുള്ളതല്ല, ആ റൂള് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇരട്ടസംഖ്യയാണ് -1. ശരിക്കും ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 3 ആകുമ്പോൾ 9 പറ്റുമല്ലോ, 3ൻ്റെ മൾട്ടിപ്പിൾ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഈ കറക്കി കുത്തുകയല്ലേ. പണ്ട് നമ്മളെല്ലാം എല്ലാവരും പൊതുവെ കറക്കി കുത്താൻ തുടക്കകാലത്തൊക്കെ നമ്മൾ കറക്കി കുത്തും. പക്ഷേ ഇതൊന്നും അല്ല ഇതിൻ്റെ ആൻസർ. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇത് ടൈപ്പ് 2 നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ചെറുതാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇതിപ്പോൾ ഞാൻ ചെറുതാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ശരിക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 16 കാണുന്നത് ഇവിടെ 16 കാണുമ്പോൾ 2⁻16 അല്ലേ? ഞാനിത് എങ്ങനെ മാറ്റി എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യങ്ങളൊക്കെ നമ്പർ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 2⁸8ൻ്റെ മുകളിൽ 2 കൂടി എഴുതിയാൽ 16 ആയി. നോക്കിയേ, 2⁸8 ഹോൾ സ്ക്വയർ ആണ് 16. ഇവിടെ -1 കൂടി കൊടുക്കുക. 1 ഉണ്ടല്ലോ അവിടെ, ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്പർ കിട്ടുന്നത് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ് ടൈപ്പ് 2 രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മെത്തേഡ് എന്നുള്ളത്. ശരിക്കും ഇതെപ്പോഴും നിങ്ങളെന്താണ് ഹയർ ലെവൽ ക്വസ്റ്റ്യനൊക്കെ കുറച്ചൊക്കെ ഇക്വേഷൻ ബേസ്ഡ് ഒക്കെ ആയിരിക്കും കാര്യങ്ങൾ വരിക. ഞാനിവിടെ പറയാൻ പോണത് ഇത് ഒരു സംഖ്യയുടെ സ്ക്വയർ, അത് ശരിക്കും 1ൻ്റെ സ്ക്വയറും കൂടിയല്ലേ. അതായത് ഇത് A², ഇത് -B² ആണ് എന്നുള്ള അസ്യൂം ചെയ്യുക. ഇതാണ് ഈ മെത്തേഡിലാണ് ഇത് ചെയ്യാൻ പറ്റുക. നമ്മൾ പലപ്പോഴും എന്താണ് ഈസിയുള്ള ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞെങ്കിൽ കൂടി സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതൊരു സംഖ്യയുടെ സ്ക്വയർ ആണ്, ഇത് മറ്റേ സംഖ്യയുടെ സ്ക്വയർ ആണ്. A എന്ന് പറഞ്ഞ് 2⁸8 ആണ്, 2⁸8 2ൻ്റെ മുകളിൽ 8 എഴുതിയതാണ്. B 1 ആണ്. ഇത് ശരിക്കും എന്താ A+B അല്ലേ, × A-B ഇതല്ലേ. നമ്മളിതിനെ എങ്ങനെ എഴുതി വയ്ക്കും? 2⁻A+B. എയും കിട്ടി ബിയും കിട്ടി. A എന്താണ്? 2⁸8, B 1. അപ്പോൾ 2⁸8 + 1 × 2⁸8 - 1. 2⁸8 നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ 2 പ്രാവശ്യം കുടിക്കേണ്ടി വരും. 2⁵5 ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെക്കണം. 2⁵5 32 ആണ്. 2�6 എന്താണ്? 64 ആണ്. 2�7 എന്ന് പറയുന്നത് 128 ആണ്. 2�8 256 ആണ്. ഇത് അറിയുന്ന ആളുകൾക്ക് ഇത് എളുപ്പമാണോ? അപ്പോൾ ഇതൊരു മെത്തേഡ് ഹയർ ലെവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്താ ലോജിക്ക് എന്താണ്? 256 അല്ലേ, ഇവിടെ 256 അല്ലേ, 256 1 257 × 256 1 കുറച്ച് 255. ഇനി നിങ്ങളൊന്ന് ഓപ്ഷനിലേക്ക് നോക്കി നോക്കിയേ. ഇനി വേണമെങ്കിൽ ഓപ്ഷൻ വെച്ച് ചെയ്ത് നോക്കാം. പക്ഷെ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കിവിടെ മനസ്സിലാവും ഇത് കിടക്കുന്നത് എന്താണ്. ഓപ്ഷൻ വെച്ച് നോക്കി നോക്കിയേ. ഇവിടെ ഒരു 5 ഇരുന്നൂറ് സംഖ്യയില്ലേ, 255. ഈ 255 ഇവിടെ ഏത് സംഖ്യ ഉള്ളത്? അതായത് ശരിക്കും ഇവിടെ 257 × 255. ഞാൻ ഇതിനെ എന്ത് ചോദിച്ചാൽ ഡിവൈഡഡ് ബൈ 5 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ചെറുതാക്കി കൂടെ. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? 5 ആയിരിക്കും. അപ്പോൾ ഈ 5 വരാനുള്ള കാരണം ഈ ഒരു ലോജിക്കിൽ ചെയ്തുകൊണ്ട് തന്നെയാണ്.
ഇത് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലിപ്പോൾ ഉണ്ടാവും ഇത് വലുതാണ്, അയ്യോ ഇത് പ്രശ്നമാണ്. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് വരുമ്പോഴും തന്നെയായിരിക്കും. ചെറിയ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ പഠിച്ചു പോകും. സംഭവിക്കാൻ പോകുന്നത് എക്സാമിന് ഞങ്ങൾക്കൊക്കെ വലിയ ക്വസ്റ്റ്യനേ വരുള്ളൂ. ഡിഗ്രി ലെവലായാലും 10th മെയിൻസ് ആയാലും ഇതൊക്കെ വലിയ ചോദ്യങ്ങളെ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പറന്ന് പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല. നമ്മുടെ ചാനലിൽ ഇനി അങ്ങോട്ട് എന്താണ്, കുറച്ച് ഹയർ ലെവൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിപ്പിക്കും. ബേസിക് കാര്യങ്ങൾ നമ്മളെന്താണ് അതും കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഈ ഒരു സീരീസ് അതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കും. എന്തായാലും അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 3 - 1. നമ്മുടെ റൂൾ അനുസരിച്ച് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് 3 1 4 ഉണ്ടോ ഇല്ല. 4 ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ 3ന്റെ 10 എന്ന് പറയുന്നത് 5 × 2 അല്ലേ, ഇതല്ലേ നമ്മൾ ലോജിക്ക്. നമ്മൾ പറഞ്ഞ ലോജിക്ക് എത്രയേ ഉള്ളൂ, 3 ഘാതം 5, അതിൻ്റെ മുകളിൽ 2 എഴുതി കഴിഞ്ഞാൽ 3ഉം 2ഉം 5 2 അല്ലേ എഴുതുന്നത്, ഗുണിക്കല്ല ചെയ്യുന്നത്. A⁻n ഹോൾ റേസ് ടു n ആണെങ്കിൽ A⁻m തമ്മിൽ ഗുണിക്കുകയാണ്. 5ഉം 2ഉം 10 ഇവിടെ വരും, 3 ഘാതം 10. അപ്പോൾ നമ്മുടെ ലോജിക്കായി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് A ആണ്, ഇത്രയും പാർട്ട് ഇത് ഓക്കെ, ഇവനാണ് A. ഇതാണ് B ഉള്ളത്. എന്താണ് 3⁵5 പിന്നെ 1 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 3 ഘാതം 5 + 1 × 3 ഘാതം 5 - 1 ഇതല്ലേ ഉള്ളത്. അതിന് 3 ഘാതം 5 ഇത്രയാണ്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട. ഹയർ ലെവൽ വരുമ്പോൾ എങ്ങനെയാണ് 243 ആണ് വരിക. എന്താണ് 3 ഘാതം 5 243. കുറേ പ്രാക്ടീസുള്ള ആൾക്ക് എളുപ്പമുണ്ടാവും. നോക്കി 81 അല്ലേ ഉള്ളത്, 9 9 81 81 × 3 ശരിക്കും വരിക. അപ്പോൾ 243 + 1 243 - 1. അപ്പോൾ എന്താ ഇവിടെ വരിക, 244 വരും × 242 വരും. ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ചോദ്യം. 3 പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോയി. ഇതിനെ 3 കൊണ്ട് എങ്ങനെ, 3ന്റെ ഹരണ സാധ്യത എല്ലാവർക്കും അറിയാം. ചെറിയ ക്ലാസ്സിൽ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം. എങ്ങനെയാണ്, അക്കങ്ങൾ നമ്മൾ കൂട്ടി നോക്കിയാൽ മതി. നോക്കി ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. 4 2 8 അല്ലേ, സോറി 4 2 6, 4 2 8 ഗുണിക്കുമ്പോൾ 4 2 6 2 8 അതല്ലേ, 8 ഇവിടെ വന്ന്. അപ്പോൾ അത് പറ്റില്ല. ഈ സംഖ്യനെ പറ്റും 4 4 8 2 10, അതും പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇതിനെയും പറ്റില്ല, ഇതിനെയും പറ്റില്ല. മൊത്തത്തിൽ നോക്കുമ്പോഴും പറ്റില്ല. 3 കൊണ്ട് പറ്റാത്തടത്തോളം കാലം 6 കൊണ്ടും പറ്റില്ല. നിങ്ങൾ 7 ഒന്ന് വെറുതെ ഡിവൈഡ് ചെയ്ത് നോക്കുക, ഏതെങ്കിലും സംഖ്യനെ പറ്റുമോ എന്നുള്ളത്. അത് പറ്റില്ല. ജസ്റ്റ് നമുക്ക് ചെറിയ നമ്പർ ആവുകൊണ്ട് വലിയ പ്രശ്നമില്ല. ശരിക്കും ഇതിൽ നമ്മൾ ടെക്നിക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഈ 11ന്റെ ഹരണ സാധ്യത പഠിച്ചിട്ടുള്ള ആളുകൾക്ക് എളുപ്പമാണ്. ഇത് ശരിക്കും 11 കൊണ്ട് ഈ സംഖ്യയെ വെച്ച് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് 242 ഹരണ സാധ്യത നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. 1 ഇടപെട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഇവിടെ 4 കിട്ടി, നടുവിൽ 4 കിട്ടി, 4 - 4 അല്ലെങ്കിൽ സെയിം നമ്പറാണ്. അപ്പോൾ ആൻസർ എന്താ 11. 11 ജസ്റ്റ് നിങ്ങളെന്താണ് വെറുതെ ഡിവൈഡ് നോക്കിയാൽ മതി. ഇത്രത്തോളം പ്രശ്നമില്ലല്ലോ, ഇത് കണ്ടുപിടിക്കേണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. 3നെ 10 പ്രാവശ്യം ഗുണിക്കുക. ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യൂലേ, 3 × 1 2 3 4 5 6. ഇത് എഴുതി വരുമ്പോഴത്തേനും എക്സാം കഴിഞ്ഞിട്ടേ സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ. നിങ്ങളിപ്പോഴും ഇതിങ്ങനെ ഗുണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നേരം വൈകുന്നേരം ആവും. അതായത് ഉച്ചയ്ക്ക് തുടങ്ങുന്ന എക്സാം ഉണ്ടല്ലോ, നിങ്ങൾ തീരുമ്പോൾ നിങ്ങളത് വൈകുന്നേരം ആവും. ഓൾറെഡി എല്ലാവരും ആൻസർ ഷീറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സമയം പോണത് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചോദിക്കുക. ഇനി അടുത്തൊരു ടൈപ്പാണ്. ഈ ടൈപ്പ് നമ്മൾ ഈ മൈനസ് ചെയ്യുന്ന കാറ്റഗറി ഉള്ള ടൈപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത് വേറൊരു ലെവലിലെ ക്വസ്റ്റ്യനാണ്, അത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ടൈപ്പിലേക്ക് നമുക്ക് പോവാം. എന്തായാലും ഇതിൽ ചെറിയൊരു അഡീഷണൽ കാര്യം കൂടി പറയാനുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു 3�62 - 1 ഒരു ഓപ്ഷൻ തരുകയാണ് കേട്ടോ ഞാൻ. എ ഒരു 3 തരുകയാണ്. ബി അല്ലേ, ഓപ്ഷൻ ബി ഞാൻ നിങ്ങൾക്ക് തരുകയാണ് ഒരു 7 തരുകയാണ്. ഓപ്ഷൻ സി നിങ്ങൾക്ക് തരുകയാണ് ഒരു 2 തരുകയാണ്. ഓപ്ഷൻ ഡി നിങ്ങൾക്ക് തരുകയാണ് ഒരു 14 വേണമെന്നില്ല, ഒരു 11 തരുകയാണ്. ഇവിടെ നിങ്ങൾക്ക് പൊതുവെ അറിയുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇവിടെ 3ഉം 1ഉം കൂട്ടിയാൽ 4 അല്ലേ. ഈ 4 ഉണ്ടോ എന്ന് നോക്കണം ആദ്യം നിങ്ങൾ. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ ലോജിക്ക് എന്താണ്, ഇരട്ട സംഖ്യയാണോ നോക്കുക, ആണ്. ഒരു സംഖ്യ -1 ആണോ, അതുമാണ്. ആ 3 1 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 4 ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4നെ എന്തുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. ശരിക്കും 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ, ആൻസർ ആയില്ലേ. അതായത് 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 ആൻസറായി. അപ്പോൾ ഈ ഒരു ലോജിക്കും കിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ സെക്കൻഡ് ടൈപ്പ് പറഞ്ഞ പോലെ ഇതിനെ പവർ വെച്ച് ചെറുതാക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു ക്വസ്റ്റൻ കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഫോർമാറ്റിൽ തന്നെ അടുത്ത ക്വസ്റ്റനാണ്. ഞാൻ ഓപ്ഷൻ തരും ഇവിടെ. എ എന്ന് പറയുന്നത് 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ ഡി 7, ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ ഒരു 11 കിടക്കട്ടെ.
അപ്പോൾ ഇത് ചെയ്യുമ്പോഴേ നോക്കി 9 ഘാതം ഇരട്ട സംഖ്യയാണ്, 9 - 1 9 1 കൂട്ടിയ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഒരു വലിയ സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതിനെ 5 കൊണ്ട് ഹരിച്ചൂടെ? 6 കൊണ്ടും 7 കൊണ്ടും 11 കൊണ്ടും പറ്റില്ല. 10 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതിനെ നമുക്ക് 5 കൊണ്ട് ഹരിച്ചൂടെ? അപ്പോൾ ഇതില്ലെങ്കിൽ മാത്രമേ നമ്മളിവിടെ 36-നെ 9 ഘാതം 18-ൻ്റെ പവർ 2 ഇങ്ങനെ ആക്കേണ്ട ആവശ്യമുള്ളൂ. സംഭവം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ഇത്ര എളുപ്പമാണ് പവേഴ്സിൽ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ് ഈ നമ്പർ സിസ്റ്റത്തിൽ. നമുക്ക് അടുത്ത ടിപ്പിക്കലായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. 4 ഘാതം 61 പ്ലസ് 4 ഘാതം 62 പ്ലസ് 4 ഘാതം 63. ഓപ്ഷൻസ് കാണാം, ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാം എന്നുള്ളതാണ് ചോദ്യമുള്ളത്. നമുക്കിവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് നേരത്തെ ചെയ്ത പോലെ 4 ഓപ്ഷനിലുണ്ടോ? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓപ്ഷൻ ഇവിടെ നോക്കിയാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും 4 ഇല്ല. അപ്പം എന്ത് ചെയ്യൂലേ? നമ്മളിവിടെ 4 ഇറക്കി കുത്തി എഴുതിയൊക്കെ ആയിരുന്നു, പക്ഷെ അതല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തുടർച്ചയായിട്ടുള്ള സംഖ്യകളുടെ ഫോർമാറ്റിലാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു അടുത്തൊരു മോഡലാണ് തുടർച്ച 61 62 63 ഇങ്ങനെയായിരിക്കും ഒരു ഓർഡറിൽ വരിക. ഏതെങ്കിലും ഒരു സംഖ്യ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇത്തരം ചോദ്യം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ ആദ്യം കാണുന്നവൻ ആരാ? ഇപ്പം ഈ നിൽക്കണില്ല, ആദ്യം നിൽക്കുന്നത് ആരാ? ഏറ്റവും ചെറിയ ആളല്ലേ? 4ൻ്റെ മുകളിൽ 61 ഏറ്റവും ചെറുതല്ലേ 4ൻ്റെ മുകളിൽ? അപ്പോൾ ആ ചെറുതിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. 4ൻ്റെ മുകളിൽ 61 ഉള്ളത് പുറത്തോട്ട് എടുത്തു. അത് എല്ലാത്തിലും ഉണ്ട്. ഈ 61 എല്ലാത്തിലും ഉണ്ട്. ഇത് ശരിക്കും 4ൻ്റെ മുകളിൽ 61 ആൾ നിൽക്കുകയാണ്. അല്ലെങ്കിൽ 4ൻ്റെ മുകളിൽ 62 ഉണ്ട്. ഇവിടെ 4ൻ്റെ മുകളിൽ 63 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 4ൻ്റെ മുകളിൽ 61 കൊണ്ട് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും ഇവിടെ? ബാക്കി 1. ശരിക്കും ആ ലോജിക്ക് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ ശരിക്കും. അത് ശരിക്കും 1 × 4 അത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ. ശരിക്കും ഇത് 1 × 4 ഘാതം 61 അല്ലേ? പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 1 ഉണ്ടാവില്ല. ആ 0 എഴുതി വെക്കരുത്. ചില ആൾക്കാർ അങ്ങനെയൊക്കെയാണ്, നമ്മൾ തുടക്കക്കാരൊക്കെ അങ്ങനെയാണ്. ശരിക്കും 4ൻ്റെ മുകളിൽ 61 നമ്മൾ ഇന്ന് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ടാവും? ഒരു 4 ഉണ്ടാവുള്ളൂ. 4ൻ്റെ മുകളിൽ ഒരൊറ്റ ഒന്നെണ്ണം. അപ്പോൾ ശരിക്കും 4 ഘാതം 0 എഴുതാൻ വെറുതെ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. അടുത്ത 4ൻ്റെ സ്ക്വയർ 2 എന്നല്ലേ ഉണ്ടാവുക. 4ൻ്റെ മുകളിൽ 63 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതിൽ ഞാൻ 4ൻ്റെ മുകളിൽ 61 ആൾക്കാരെ പുറത്തോട്ട് വെളിയിലോട്ട് എടുത്തു. ബാക്കി 4ൻ്റെ മുകളിൽ എത്ര ആൾക്കാരുണ്ടാവുക? 4ൻ്റെ മുകളിൽ 2 ആൾക്കാരുണ്ടാവുക. ഇവിടെ 4ൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാവില്ല. അതാണ് 4 ഘാതം 0. അങ്ങനെ ആലോചിക്കാം. ഇവിടെ 4ൻ്റെ മുകളിൽ 61 അല്ലേ? ഈ 4ൻ്റെ മുകളിൽ 61 മുഴുവൻ നമ്മൾ പുറത്തേക്ക് എടുത്ത് 4ൻ്റെ മുകളിൽ 0 ഉണ്ടാവുള്ളൂ. 4ൻ്റെ മുകളിൽ 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതാണ് ലോജിക്ക്. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 4 ഘാതം 61 ഇവിടെ എടുത്തു ഇൻറ്റു ഇത് 1. ഇത് 4 കേട്ടോ. ഇത് 4ൻ്റെ സ്ക്വയർ 16 ആണ്. ആ 16 4 20 1 21 നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കുകയാണ്. ഓപ്ഷനിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്തുണ്ട്? 21 ഉണ്ട്. 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഒരു ചെറിയ ഷോർട്ട് കട്ട് കൂടി പറഞ്ഞുതരാം. ഇവിടെ കണ്ടതിന് ശേഷം ഓപ്ഷനിൽ ചിലപ്പോൾ ഒരു 3 ഉണ്ടെങ്കിലും ആൻസർ ശരിയല്ലേ? ഇത് ചിലപ്പോൾ കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കണം. ഇങ്ങനെ കണ്ടിട്ട് ഇപ്പോൾ 4 ഘാതം 61 × 21 ബൈ എന്ത് ചെയ്യാം? ഓപ്ഷനിൽ 3 ഉണ്ടില്ല. അവിടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഓപ്ഷനിൽ 3 ഉണ്ടെങ്കിൽ ശരിയല്ലേ? ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 7 വെച്ചിട്ട് അങ്ങനെയാവാം. അപ്പോൾ ഇവിടെ 21 ഓപ്ഷനിൽ കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. ആൻസർ അത് തന്നെയാണ്. 3 ഉണ്ടെങ്കിൽ അതുമാണ്. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ സ്വന്തമായിട്ട് ചെയ്യും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സ്പീഡിൽ പോസ് ചെയ്ത് നോക്കുക. അതൊരു ഇൻറ്ററാക്റ്റീവ് ക്ലാസ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സ്ക്രീനിൽ കാണാൻ ഞാൻ ഇവിടെ പെട്ടെന്ന് പറഞ്ഞുതരാം. 5 ഘാതം 31 5 ഘാതം തൊട്ടടുത്തുള്ള സംഖ്യ 5 ഘാതം 31 പ്ലസ് 5 ഘാതം 32 പ്ലസ് 5 ഘാതം 33 തുടർച്ചയായിട്ടുള്ള സംഖ്യയാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്കിത് ചെയ്യേണ്ട ലോജിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം 5 ഘാതം ഏറ്റവും ചെറിയ ആളെ പുറത്തേക്ക് എടുക്കുക. ബാക്കിയെല്ലാം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല. 5 ഘാതം 0 ആണ്. 5 ഘാതം 0 എന്ന് വെച്ചാൽ 1 പ്ലസ് ഇവിടെ 31 പുറത്തെടുത്താൽ 5ൻ്റെ മുകളിൽ 32 ആൾക്കാർ നിൽക്കണല്ലേ. 5ൻ്റെ മുകളിൽ 32 5ന് 1 പുറത്തെടുത്താൽ ബാക്കി 5ൻ്റെ മുകളിൽ 1 അല്ലേ ഉള്ളത്. 32 31 പുറത്തോട്ട് എടുത്തു. 5ൻ്റെ മുകളിൽ 1. ഇനി 5ൻ്റെ മുകളിൽ 33 ഉണ്ടല്ലേ. 33 ഉണ്ട്. അതിൽ നമ്മൾ 31 പുറത്തോട്ട് എടുത്തു. ബാക്കി 5ൻ്റെ മുകളിൽ 2 ഉണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ എന്താ വരിക? 5⁻31 ഇൻറ്റു ഇത് 25 അല്ലേ ഉള്ളത്. 5ൻ്റെ സ്ക്വയർ 25 5 31 ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഒരേ ഒരു ആൻസറേ കിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷനിൽ ഒരു നോക്കി ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ 21 33 37 31 തന്നെയാണ്. ഇത് ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ മേ ബി കുറച്ച്
ഡിഫറെൻ്റ് ആയേക്കാം, നമുക്കത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്താൽ മതി. പോസ് ചെയ്ത് നോക്കിയാൽ കുറച്ചൊരു വ്യത്യസ്തമാണ്. നമ്മൾ പറഞ്ഞ ലോജിക്ക് അനുസരിച്ച് തന്നെ ചെയ്യാം. നമ്മൾ പറഞ്ഞത് നിങ്ങൾ ചെയ്തിട്ടെന്ന് വിചാരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ 2:71 പുറത്തോട്ട് എടുക്കേണ്ട ആവശ്യം ഇനിയിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഉള്ളത് മാത്രം ചെയ്താൽ മതി. നമ്മളിപ്പോൾ സ്പീഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ 2:71 ഒക്കെ എഴുതി വയ്ക്കാം, ഒരു ഭംഗിക്ക് കിടന്നോട്ടെ. ഇവിടെ ഒരെണ്ണമല്ലുള്ളത്, 1 ഉണ്ട്. 2ൻ്റെ മുകളിൽ 1, 2 തന്നെയാണ്. 2ൻ്റെ മുകളിൽ 2, 4 ഉണ്ട്. 2ൻ്റെ മുകളിൽ 3 ഉണ്ട്. 8 അല്ലേ 2ൻ്റെ മുകളിൽ 3 എഴുതി കഴിഞ്ഞാൽ. 8, 2, 10, 4, 14, 1, 15. 15 ഇൻറ്റു 2:71. 15 ഇല്ലല്ലോ, ശ്രദ്ധിച്ചോ? 15 ഇല്ല. ഇനിയിപ്പോൾ ഇവിടെ മാറിപ്പോയാണോ? അല്ല, 15 ഇല്ലെങ്കിലും 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ? ഇതല്ലേ വാല്യൂ. ആൻസർ ആയല്ലോ. 15 ഇല്ലെങ്കിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.